അങ്ങനെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് അവർ ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഹോമിങ് തന്നെയാണ് ഇവളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ സമയത്ത് ഷുയാൻ ഇവൻ ഒരുപാട് ചോദിച്ചിട്ട് ഇവളെ പറയാതിരുന്ന ആ ഒരു ഉത്തരം പറയുന്നു. ഇവളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ആരാണ് എന്ന കാര്യം ലിയാങ് ആണ് എന്ന് ഇവളെ പറയാണ്. അത് കേട്ട് ഹോമിങ് ഷോക്കായി. അവന് ബിസിനസിനെ പറ്റി എന്തറിയാന്നാ? അവൻ തന്നെ അവന്റെ സിസ്റ്ററിന്റെ അണ്ടറിലാണ് ഉള്ളത്. അവനൊരു നല്ല വ്യക്തിയേ അല്ല, അവനോടൊപ്പം അടുപ്പേ ശരിയല്ല എന്ന് പറയുമ്പോൾ ഷോയാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പുള്ളി നല്ലൊരു വ്യക്തി തന്നെയാണ്, എനിക്ക് ഒരുപാട് അഡ്വൈസുകൾ തന്നു, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഹോമിങ് അവനെപ്പോഴാണ് നിനക്ക് അഡ്വൈസ് തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് 1 മാസം മുന്നേ ആണ് എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഹോമിങ് 1 മാസം മുന്നേ നിനക്ക് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ച് വലിയ അധികാരത്തിൽ സംസാരിക്കുമ്പോൾ ഇവൾക്ക് ഈഗോ ആവുകയാണ്. അല്ല, ഞാനതൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നേ, നിങ്ങൾ എന്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അതെ മാഡത്തിന് കിട്ടേണ്ടത് കിട്ടിയല്ലോ, പിന്നെ എക്സ് ഹസ്ബൻഡിനെ സഹായിക്കാൻ എത്തിയത് ചെറിയ പോക്കറ്റ് മണിക്കായിട്ടായിരിക്കും അല്ലേ, എന്ത് നല്ല സത്യസന്ധയായ ലേഡി എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളോട് ഈ ഒരു ടാസ്കില് എഗ്രി പറയുന്നതിന് മുന്നേ തന്നെ ലിയാങ്ങുമായിട്ട് പരിചയപ്പെട്ടതാണ്. പുള്ളിക്കാരൻ അന്നൊന്നും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്കൊരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തു തന്ന് എന്നെ സഹായിച്ചു. പക്ഷെ ഇപ്പോൾ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ലിയാങ് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന കാര്യം. അതാ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ ഞാനൊന്നും മറിച്ച് വെച്ച് പോക്കറ്റ് മണിക്കായിട്ട് നിന്നിട്ടില്ല. പിന്നെ അന്ന് ഞാൻ നിങ്ങളോട് ഇൻവെസ്റ്ററെ കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് പറയുമ്പോൾ ഹോമിങ് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് മാഡം ഇത്രയും വലിയൊരു ആക്ട്രസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല, നിങ്ങൾക്കല്ലെങ്കിലും കള്ളം പറഞ്ഞ് നല്ല ശീലാണല്ലോ എന്ന് പറയുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അതെ, ഞാൻ നിങ്ങളോട് ലക്ഷക്കണക്കിന് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഫസ്റ്റ് ജിന്ദ ഗ്രൂപ്പിലേക്ക് വന്നത്? അന്ന് എനിക്ക് നല്ല പനിയായിരുന്നു, പക്ഷെ ഞാനന്ന് ബോധം കിട്ടി വീണത് അഭിനയിച്ചതാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കള്ളം പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് ഷോക്കാവാണ്. ഹോമിങ് വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയാണല്ലേ, അപ്പൊ നീ ഇതും കൂടെ അറിഞ്ഞോ? നിനക്ക് വേണ്ടി കുറെ ബാൻഡേജ് അന്ന് വാങ്ങിച്ചില്ലായിരുന്നോ? അത് ഞാനൊന്നല്ല വാങ്ങിച്ചത്, എന്റെ അസിസ്റ്റന്റ് ആണ് വാങ്ങിച്ചോണ്ട് വന്നത്, ഞാൻ ജസ്റ്റ് ഒട്ടിച്ചു തരാൻ മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇവളെ ജയിക്കാനായിട്ട് ശ്രമിക്കാണ്. പക്ഷെ അത് കേട്ട് ഇവളെ ഷോക്കാവുന്നു. എന്നിട്ടും ഹോമിങ് വിടുന്നില്ല. നീ നിന്റെ മുത്തശ്ശിയെ കുറിച്ചൊക്കെ എന്താ ആർട്ടിക്കിൾ എഴുതി വെച്ചേക്കുന്നത്? മുത്തശ്ശിയില്ലാത്ത ലോകം സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല, മറ്റേതാണ് മറിച്ചതാണ്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതോ? ഇത്രയും മോശമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ എന്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ വീണ്ടും ഇരിക്കേറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവളും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വെറുതെയാ, ശരിക്കും ഞാൻ പഠിച്ചത് സ്ട്രീറ്റ് ഡാൻസാ, ബ്രേക്ക് ഡാൻസാ എന്ന് പറയുമ്പോൾ ഹോമിങ് നീ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും വാഹയ്ക്കും കൊള്ളില്ലായിരുന്നു, കളറും കൊള്ളില്ല, ക്വാളിറ്റിയും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഷോയാൻ അത് പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? ഡ്രസ്സിനൊന്നും ഒരു കുഴപ്പമില്ല, എപ്പോഴും നിങ്ങൾക്ക് ഒരേ ഹെയർ സ്റ്റൈലും ഒരു തുക്കട കണ്ണാടിയും ഇതേ സെയിം കോസ്റ്റ്യൂമും തന്നെയല്ല യൂസ് ചെയ്യാറ്, ഒരു പക്ക കിളവൻ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതൊക്കെ മതി എന്ന് പറയുമ്പോൾ ഇവനവന്റെ കണ്ണാടി വലിച്ചെറിഞ്ഞിട്ട് എന്തായാലും ഞാൻ നിന്നെക്കാളും ബെറ്റർ ആണ്, നീ ഉണ്ടാക്കി തന്നിട്ടുള്ള ഫുഡ് എന്റെ ദൈവമേ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു, അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്താ കഴിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഷൂയാൻ നിങ്ങൾ വാങ്ങിച്ച ഓരോ ഗിഫ്റ്റും എന്തിനു കൊള്ളായിരുന്നു, ഒരു സെലക്ഷനും ഇല്ല, എനിക്കതിൽ ഒരെണ്ണം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഓ അങ്ങനെയാണല്ലേ, എങ്കിൽ ഇത് കേട്ടോ, അതിലൊരെണ്ണം പോലും ഞാൻ വാങ്ങിച്ചതല്ല, എല്ലാം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്, ഞാനതൊന്നും തുറന്നു പോലും നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവള് അത് പിന്നെ ആണുങ്ങൾക്കെല്ലാം ഒരേ സെലക്ഷൻ ആയിരിക്കുമല്ലോ, അതെനിക്ക് നന്നായിട്ട് അറിയാം, കാരണം എനിക്ക് ഒരുപാട് പേര് ഗിഫ്റ്റ് എന്ന് പരിചയമുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇവൻ പരിചയോ എങ്ങനെ, ഞാൻ മാത്രമേ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതല്ലേ നീ പറഞ്ഞത്, നീ ഇതിനു മുന്നേ ഒരുപാട് പേര് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ, നിങ്ങൾ ഒരാളുണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ, പക്ഷെ അതിന്റെ അപ്പുറത്തൊരു പൂജ്യം കൂടി ഉണ്ടായിരുന്നു, 10 കൂടുതൽ പേരെ ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഭയങ്കര കച്ചറയാവാണ്. ലാസ്റ്റ് വണ്ടി നിർത്തി ഇവള് ഇറങ്ങിയിട്ട് 8-ാം തീയതി കറക്റ്റ് 10 മണിക്ക് കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ഡോറ് വലിച്ചടച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഇവര് ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അതിനുശേഷം ഇവർക്ക് ഫൈനലി ഒരു ഇൻവെസ്റ്ററെ കിട്ടിയത് കൊണ്ട് തന്നെ ഇവര് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഒരുപാട് നാള് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് അതിന്റെ പിന്നാലെ തന്നെ ആയിരുന്നല്ലോ എല്ലാവരും. അതിനുശേഷം ഇവിടെ ഹോമിങ് ആണെങ്കിൽ ഹോഷന്റെ അടുത്തേക്ക് വന്ന് അവൻ പഠിക്കുന്ന സമയമാണ്. സോ അവനോട് നിന്റെ ചൈനീസ് ഇംപ്രൂവ്മെന്റ് എങ്ങനെയുണ്ട്, ഞാൻ നിനക്ക് വേറെ വല്ല ട്യൂഷനോ അറേഞ്ച് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആര് വന്നാലും അവരാരും എന്റെ ചേച്ചിയുടെ അത്രയും ബെറ്റർ ആയിരിക്കില്ല, അല്ല നീ എപ്പോഴാണ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അവളെ ബിസിയാണ്, ഇപ്പോഴൊന്നും വരില്ല എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവൻ നീ ശരിക്കും അവളെ മിസ് ചെയ്യുന്നില്ലേ, നിനക്ക് ചേച്ചിയോടൊന്ന് ക്ഷമ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഞാൻ അവളെ ഒട്ടും മിസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും ഹോച്ചൻ ചേച്ചിയെ പോലെ നല്ലൊരു വ്യക്തി നിനക്ക് ഇനി കിട്ടാനേ പോകുന്നില്ല, ചേച്ചി നല്ല ദേഷ്യത്തിലായിരിക്കും, നീ പോയി ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഇതൊക്കെ ചിലപ്പോ 1-2 ക്ഷമയിലും നിൽക്കില്ല, ഡെയിലി ചോദിച്ചു നോക്ക്, എന്തായാലും നിന്നോട് ഒരു ദിവസം ക്ഷമിക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇവൻ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ചെറിയ കുട്ടികളാ വലിയ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഇവൻ വലിയ ആളാവാണ്. പക്ഷെ ഇവൻ അവളെ നല്ലോണം തന്നെ മിസ് ചെയ്യുന്നുണ്ട്. സോ അവളെ വിളിച്ച് ഹോച്ചൻ പറഞ്ഞതുപോലെ ക്ഷമ ചോദിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അവളെ വിളിക്കാനാവുന്നില്ല. പക്ഷെ മെസ്സേജ് അയച്ചിട്ട് നീ ഉറങ്ങോ എന്ന് ചോദിക്കുമ്പോൾ ഷോയാനും പെട്ടെന്ന് തന്നെ ഇല്ല, എന്താ
പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവനും ഒരു ടോപ്പിക്ക് ഇടാനായിട്ട് റഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ ഫ്രീ ആണെങ്കിലും നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തോടൊപ്പം ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറയുമ്പോൾ ഇവള് ഇല്ല, ഞാൻ ഫ്രീ അല്ല, ഞാൻ ബിസിയാണ്, പുള്ളിക്കാരനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ഇവന് ദേഷ്യം വരുന്നു. ഓ ശരി, നിന്റെ പേയ്മെന്റ് എന്തായാലും ഞാൻ എന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു തന്നേക്കാം എന്ന് പറയുമ്പോൾ അവളും ഒരു താങ്ക്സ് മാത്രമാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുത്തെ ഞാൻ എങ്ങനെയാ തിരിച്ചുകൊണ്ട് വരേണ്ടത്, ഇവളോടൊക്കെ സംസാരിക്കാൻ പോയ എന്നെ വേണം അടിക്കാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഹോമിങ് എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഷെൻ ആണെങ്കിൽ ഇപ്പൊ ഒരു ബോക്സിംഗ് ക്ലബിലേക്ക് വന്ന് ഇവിടെ ജോയിൻ ചെയ്യാണ്. ആ ഒരു കോച്ച് പോലും ഇവന്റെ നിൽപ്പും ഭാവങ്ങളും ഒക്കെ കണ്ട് ഇവനെ കൊണ്ട് അത് പറ്റോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിൽക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, ബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷോയാന്റെ ടീം ആണെങ്കിൽ ഇവർക്ക് ഇൻവെസ്റ്ററൊക്കെ കിട്ടിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. സോ ഒരു ഓഫ്ലൈൻ ആയിട്ട് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഇവരിപ്പോ തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങളെ എല്ലാം തന്നെ മുത്തശ്ശി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അവർക്കും ഒരുപാട് സന്തോഷമാണ്. എല്ലാവർക്കും പ്രത്യേകം ഓഫീസും കാര്യങ്ങളൊക്കെ ഷോയാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. അതിനുശേഷം ഇവിടെ ഹോമിങ്ങിന്റെ അച്ഛനോട് ഇയാളുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഇവർ നോക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലോട്ട് ഓൾറെഡി തന്നെ മറ്റൊരാള് 10 വർഷം മുന്നേ വാങ്ങിച്ചിട്ടേക്കാണ് എന്ന കാര്യം പറയുന്നു. അപ്പോൾ അത് കേട്ട് ഇദ്ദേഹം 10 വർഷം മുന്നേ കാർ ഇത് വാങ്ങിച്ചത് എന്ന് ഇദ്ദേഹം വളരെ കൗതുകത്തിൽ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും അത് മിസ്റ്റർ ഹോമിങ് ആണ് എന്ന് പറയാണ്. അച്ഛൻ അത് കേട്ട് ഒന്ന് ഷോക്ക് ആവുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ അന്ന് അയച്ച ഹോമിങ്ങിനെ വിളിപ്പിച്ചിട്ട് നീ 10 വർഷം മുന്നേ ആ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവനും ആ ഒരു കാര്യം പറയുന്നു. അന്ന് തന്നെ ഇവന് ആ ഒരു സ്ഥലത്ത് ഭാവിയിൽ മെട്രോയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലായിരുന്നു. അന്ന് ആ ഒരു സ്ഥലത്തിന് ഒട്ടും വില ഇല്ലായിരുന്നെങ്കിൽ പോലും പിൽക്കാലത്ത് അത് ഉണ്ടാകുമെന്ന് ഇവന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ ഇവനോട് അല്ല, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത്രയും നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അച്ഛൻ എന്നെ അത്രയും നല്ലൊരു കോളേജിലാണ് പഠിപ്പിച്ചത്, അവിടെ ഞങ്ങളെ പഠിപ്പിക്കാത്ത മേഖലകളില്ല. അപ്പോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, റിയൽ എസ്റ്റേറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരുന്നു, അതുകൊണ്ടാണ് എനിക്കതിന് സാധിച്ചത് എന്ന് പറയുമ്പോൾ അച്ഛനും അപ്പോ നിനക്കൊന്ന് പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹോമിങ് ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേർന്ന് അന്ന് നല്ലൊരു തുക തന്നെ ഷെയർ മാർക്കറ്റിലിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് താൻ ഈ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നിവര് ആ ഒരു പ്ലോട്ട് മറ്റാരുടെയും കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അത് മാത്രമല്ല വലിയൊരു തുകയും പേ ചെയ്യേണ്ടി വന്നാനെ. പക്ഷെ ഹോമിങ് ആണെങ്കിൽ കറക്റ്റ് സമയത്ത് ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തത് കൊണ്ട് തന്നെ അച്ഛന് വളരെ സന്തോഷമാണ്. എന്നിട്ട് ഹോമിങ്ങും അച്ഛനോട് ഞാൻ ഹോഷന്റെ കാര്യത്തിൽ ഇതുവരെയും അച്ഛനോട് ക്ഷമ ചോദിച്ചിട്ടില്ല, അച്ഛനോടും അമ്മയോടും തുറന്നൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ അന്ന് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ വിഷമവും സ്ട്രെസ്സും ആണ് തന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്റെ തെറ്റ് തന്നെയാണ്. ഞാൻ കുറച്ചുകൂടി എന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അച്ഛൻ ഇവന്റെ ആ ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഇവന് പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്ന്. പക്ഷെ ശരിക്കും അന്ന് ഷോയാൻ ഇവനോട് പറഞ്ഞിരുന്നല്ലോ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ന്. സോ അവളുടെ ആ ഒരു ക്ലാസിന്റെ ഫലമായിട്ടാണ് ഹോമിങ് ഇവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അച്ഛനോട് ക്ഷമ ചോദിക്കുന്നത്. ഇവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എങ്കിൽ പോലും അവർ ഹോഷനെ സ്വീകരിക്കുകയാണല്ലോ ചെയ്തത്, ഒരിക്കലും അകറ്റി നിർത്തിയിട്ടില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു തന്നെയാണ് അവനെ വളർത്തുന്നത്. സോ അങ്ങനെയുള്ള പാരന്റ്സിനോട് ഇവൻ മുന്നേ തന്നെ ക്ഷമ ചോദിക്കണമായിരുന്നു. എന്തായാലും അത് കേട്ട അച്ഛൻ ഇവനോട് അതൊന്നും കുഴപ്പമില്ല, നീ അതിനു വേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. നീ ആ റഷ്യനുമായിട്ടുള്ള പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു പ്രോജക്റ്റ് നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് നിനക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിരിക്കും. ഞാൻ തന്നെ നിന്നെ ബോർഡ് മെമ്പറാക്കി കൈ പിടിച്ചു കയറ്റും എന്ന് പറയുമ്പോൾ ഹോമിങ്ങിന് ഒരുപാട് സന്തോഷമാണ്. അച്ഛനും ഇവനോടുള്ള ആ ഒരു വിശ്വാസമൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിവനോട് പറയുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ ഇവിടെ പുതിയ സ്റ്റാഫിനെയൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. ഓർഡറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ജോലിയും കൂടുമല്ലോ. സോ പുതിയ സ്റ്റാഫിനെയൊക്കെ ഹയർ ചെയ്യുകയാണ്. അതിൽ നമ്മുടെ ഷോയാന്റെ അസിസ്റ്റന്റ് ആയിട്ട് മുന്നേ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളും എത്തിയിട്ടുണ്ട്. അവളും എവിടെ ജോലി ചെയ്താലും അത് ഷോയാനോടൊപ്പം ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എത്തിയത്. ഇവരും അവർക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ലിയാങ്ങും എത്തുകയാണ്. അവനും പിന്നീട് അവിടെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാവുന്നുണ്ട്. സോ അവരുടെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഇവർക്ക് കോടതിയിൽ പോകാനുള്ള റിമൈൻഡർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷോയാന്റെ അലാറം അടിക്കുന്നത്. നാളെയാണ് ഇവർക്ക് കോടതിയിൽ ഹാജരാവേണ്ടത്. സോ ഇവർ ഉടനെ തന്നെ ഹോമിങ്ങിനെ വിളിപ്പിച്ചിട്ട് നാളെയാണ് 8-ാം തീയതി, നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുമ്പോൾ ഇവൻ അയ്യോ ഞാനതിനിപ്പോ നാട്ടിലില്ലല്ലോ, ഞാനിപ്പോ ബിസിനസ് ട്രിപ്പിനായിട്ട് റഷ്യയിലേക്ക് വന്നേക്കാണ് എന്ന് പറയുമ്പോൾ ഇവള് റഷ്യയിലേക്കോ ഇത്ര പെട്ടെന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ, ഞാൻ ആ ഒരു റഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് എന്ന് പറയുമ്പോൾ ഇവള് ഞാൻ നിങ്ങളോട് മുന്നേ തന്നെ നാളത്തെ കാര്യം പറഞ്ഞതല്ലേ, ഇനി നിങ്ങൾ എപ്പോഴാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നാളെ എന്തായാലും എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി എനിക്ക് ഇവിടെ നിന്ന് ഫ്രാൻസിലേക്ക് പോകണം, അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് പോകണം, അങ്ങനെ കുറെ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, ഇപ്പോഴൊന്നും തിരിച്ചു പറ്റില്ല, വരാനും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്താ ആളെ കളിയാക്കാണോ, നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ബിസിനസ് ട്രിപ്പിന് പോയാലേ പറ്റുള്ളായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ
തീർച്ചയായും റഷ്യനോട് എനിക്ക് ഞാൻ ബിസിയാണ്, ഡിവോഴ്സ് ആണ് എനിക്ക് വലുത് എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അവരെന്നെ വിളിക്കുകയാണ്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചിട്ട് പോകുന്നു. ശരിക്കും ഇവൻ റഷ്യയിലൊന്നും പോയിട്ടില്ല, ഏതോ ഒരു പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അവൻ ഓരോ രാജ്യത്ത് പോയി എന്ന് കാണിക്കാൻ വേണ്ടി അവിടുത്തെ മെയിൻ സ്പോട്ടിലെല്ലാം തന്നെ ഉള്ള സംഭവങ്ങൾ ആ ഒരു പാർക്കിലുണ്ട്. സോ അവിടെ എല്ലാം തന്നെ പോയി ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഷുയാനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടാനായിട്ട് തുടങ്ങുകയാണ്. ആ ഫോട്ടോസ് എല്ലാം തന്നെ എടുത്ത് ഇവന്റെ അസിസ്റ്റന്റിന് അയച്ചു കൊടുത്തിട്ട് അത് ഫോട്ടോഷോപ്പ് ചെയ്ത് കറക്റ്റ് റിയൽ ആയിട്ട് തോന്നിപ്പിക്കുന്ന വിധം ആക്കണം എന്നും പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ തന്നെ കടന്നു പോവാണ്. ഇവർക്ക് ഇനി ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഒരു ഡേറ്റും കൂടിയാണ് ഉള്ളത്. അപ്പോഴും പോയില്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഡേറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾ നിരന്തരം അവനെ കിടന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴെല്ലാം തന്നെ ഹോമിങ് ഞാൻ ഫ്രാൻസിലാണ്, ഈജിപ്തിലാണ്, ഇംഗ്ലണ്ടിലാണ് എന്ന് പറഞ്ഞ് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിൽ അതൊന്നും അത്ര വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ ഹോമിങ്ങിന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഹോമിങ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇയാളും സാർ മോസ്കോയിലാണ് എന്ന് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹോമിങ് ആണെങ്കിൽ ഇവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് കറക്റ്റ് ഷോയാൻ ഫ്രണ്ടിൽ നിൽക്കാണ്. ഇവനും അവളെ കണ്ട് ഷോക്കായിട്ട് പെട്ടെന്ന് നൈസിന് ആ ഒരു ഡോറങ്ങ് അടയ്ക്കാണ്. എന്നിട്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇത് ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവൻ വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ആരും തന്നെ ഇല്ല. സോ എനിക്ക് തോന്നിയത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവൻ ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. പക്ഷെ പോകുന്ന അതേ സ്പീഡിൽ തന്നെ പുറകിലോട്ട് വരികയാണ്. ഇവന് തോന്നിയതൊന്നുമല്ല, ഷോയാൻ തന്നെയാണ് അങ്ങോട്ട് എത്തിയത്. ഇവൾ എങ്ങനെയാണ് ഇവന്റെ കള്ളത്തരം കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് ഇവളെ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നല്ലോ, അയാള് ഇവളോട് ഹാമിങ് മോസ്കോയിലാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ഒരു നമ്പർ ഇട്ട് മോസ്കോയിലോ, ഹോമിങ് ഇപ്പോ ഫ്രാൻസിലാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അസിസ്റ്റന്റ് ഒന്ന് പതറിയിട്ട് ഇയാൾക്ക് കൺഫ്യൂഷൻ ആവുന്നു. അതുകൊണ്ട് തന്നെ അതെ മാഡം, പുള്ളി ഫ്രാൻസിൽ തന്നെ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഹോമിങ്ങിന്റെ കള്ളക്കളി ഷോയാന് ബോധ്യപ്പെട്ടത്. സോ ഇവനോട് കോടതിയിലേക്ക് പോകാൻ വരാനായിട്ട് പറഞ്ഞ് വിളിക്കുമ്പോ ഇവനാണെങ്കിൽ എനിക്ക് ഇന്ന് പറ്റില്ല, ഇന്ന് എനിക്ക് ഡേറ്റ് ഇല്ല, ഇന്ന് എനിക്ക് തീരെ വയ്യ, എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയാണ് എന്ന് പറഞ്ഞ് ഇവൻ അവിടെ അടവെടുക്കാണ്. ഷോയാനാണെങ്കിൽ ഇവനോട് ആക്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഇല്ല, എനിക്ക് നടക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഇവളും ശരി ഞാൻ നിങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഇവനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് എത്താണ്. ഡോക്ടർ ആണെങ്കിൽ ഇവനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല സാർ, നിങ്ങൾ ആരോഗ്യവാനാണ് എന്ന് പറയുമ്പോൾ ഹോമിങ് അല്ല ഡോക്ടർ, എനിക്ക് എന്തോ ഭയങ്കര പ്രശ്നമുണ്ട്, നല്ല നെഞ്ചുവേദനയാണ്, താങ്ങാനാവുന്നില്ല, എന്തായാലും നിങ്ങൾ എല്ലാ ടെസ്റ്റും ഓരോന്നെടുത്തേക്ക്, അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതിനെല്ലാം തന്നെ ടെസ്റ്റുകൾ എടുക്കാണ്. മണിക്കൂറുകൾ അങ്ങനെ പോവുകയാണ്. ഷുയാൻ അവന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ലാസ്റ്റ് ഹോമിങ്ങിന് ഒരു യൂറിൻ ടെസ്റ്റ് ആണ് ഉള്ളത്. പക്ഷെ അവനാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇറങ്ങുന്നില്ല. സോ ഇവള് അങ്ങോട്ടേക്ക് ചെന്ന് അവനെ പോയി വിളിച്ചിറക്കിയിട്ട് ഇനി നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തണ്ട, ഇപ്പൊ തന്നെ 5 മണിയായി, ഓഫീസ് അടയ്ക്കാറായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവനെ വിളിച്ച് കോടതിയിലേക്ക് എത്തുന്നു. എന്നാൽ അപ്പോഴേക്കും കോടതി ക്ലോസ് ആയി. ഷുയാൻ പെട്ടെന്ന് തന്നെ ആ ഒരു മാഡത്തിനോട് ചെന്ന് മാഡം നിങ്ങൾ പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ കേസ് കൂടെ ഒന്ന് നോക്കിയിട്ട് വെക്കോ എന്ന് പറഞ്ഞ് ഫയലും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഇവര് നിങ്ങളുടെ കൂളിംഗ് പീരീഡ് കഴിഞ്ഞോ, ഡിവോഴ്സ് ആവാൻ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഷുയാനും അതെ എന്ന് പറയുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല, ഇവന് ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ല. അപ്പോ ഈ ഒരു ലേഡി ഇവരോട് എന്തായാലും നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്തിട്ട് അടുത്ത മാസം 8-ാം തീയതി പോരും, 5:30 മണിക്ക് മുന്നേ തന്നെ എത്തിയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവള് ഷോക്ക് ആവുന്നു. അല്ല അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഇവര് ഞാൻ നിങ്ങളോട് മുന്നേ തന്നെ പറഞ്ഞതല്ലേ, കൂളിംഗ് പീരീഡ് കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കേസ് ഓട്ടോമാറ്റിക്കലി തന്നെ സിസ്റ്റത്തിൽ നിന്ന് പോകുന്നു. ഇന്ന് 5 മണിയായപ്പോൾ തന്നെ ആ കേസ് ക്ലോസ് ആയി. ഇനി നിങ്ങൾക്ക് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു കേസ് പുതിയതായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വരെയാണ്. ഇനി അവർ ആ ഒരു കേസ് ഫയൽ ചെയ്ത് അടുത്ത കൂളിംഗ് പീരീഡും കഴിഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് ഇനി ഡിവോഴ്സ് കിട്ടത്തുള്ളൂ. സോ ഹോമിങ് കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. പക്ഷെ ഇവനാണെങ്കിൽ നല്ല സമാധാനവും സന്തോഷവുമാണ്. പക്ഷെ ഷോയാനോട് എന്താ പറ്റും, റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തല്ലേ പറ്റൂ എന്ന് പറയാണ്. അപ്പൊ ഇവളാണെങ്കിൽ എങ്കിൽ പിന്നെ അടുത്ത മാസം 8-ാം തീയതി നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഷോയാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഈ ഒരു മാഡത്തിനോടാണെങ്കിൽ ഹോമിങ് നല്ലൊരു താങ്ക്സ് എന്ന് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഷോയാനെ ലിയാങ് ആണെങ്കിൽ ഒരു മ്യൂസിയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലിയാങ്ങും ഇത് എന്റെ ഫ്രണ്ടിന്റേതാണ്, ഇവിടുത്തെ ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ എല്ലാം തന്നെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വളരെ ആശ്വാസം തരും. കാരണം എനിക്ക് കുട്ടിക്കാലം മുതലേ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അച്ഛൻ ബിസിനസ് എന്ന് പറഞ്ഞ ബിസി ആയിരുന്നു, ചേച്ചിയാണെങ്കിൽ പഠിക്കാൻ പുറത്തുപോയി, അമ്മയ്ക്കാണെങ്കിൽ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന സമാധാനം സിനിമ കാണുക എന്നുള്ളതാണ്. ഞാൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിയപ്പോൾ സിനിമാ ഫീൽഡിലോട്ട് പോകണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല, ഫിനാൻസ് എടുക്കാൻ പറഞ്ഞു, ബിസിനസ് നോക്കി നടത്താൻ പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സിനിമയൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് കാണാറ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരും എന്ന് പറഞ്ഞ് ഇവനവന്റെ ഇമോഷണൽ സ്റ്റോറി ഷോയാനോട് പറയാണ്. ഷോയാനും അതെല്ലാം കേൾക്കുന്നു. അപ്പോൾ ലിയാങ് ആണെങ്കിൽ അവിടുത്തെ ഒരു ക്യാമറ എടുത്ത് ഇവളുടെ വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ ലിയാങ് ഇവളോട് നിനക്ക് സിനിമയൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ ഇല്ല, ഞാൻ സിനിമ അധികം കാണാറില്ല, TV ഷോസും ന്യൂസും ഒക്കെയാണ് കാണാറുള്ളത്, എനിക്ക് അത് കാണുന്നതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ലിയാങ് ഉടനെ കണ്ടില്ലേ നമുക്കിടയിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ വലിയ
മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇവന്റെ ഉദ്ദേശം ഇവളെ കളക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ അവിടുത്തെ ഒരു സ്കൂട്ടർ കാണുമ്പോൾ ഇവൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടാണ്. അത് ഏതോ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഷുയാൻ ആണെങ്കിൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ലിയാങ്ങും ഇവളുടെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഷുയാൻ ആണെങ്കിൽ നൈസിന് മാറി പോവാണ്. അപ്പോൾ ലിയാങ് ആണെങ്കിൽ ആ ഒരു വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഇവളോട് സിനിമാ സ്റ്റൈലില് ഈ ഒരു വണ്ടിയിൽ എന്നോടൊപ്പം ഫസ്റ്റ് റൈഡിന് കൂടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി ഇവന്റെ പേരും വിളിച്ചോണ്ട് കടന്നു വരികയാണ്. ഇവനും അവളെ കണ്ട് അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അല്ല ഇതേതാ എന്ന് ഷുയാനോട് ചോദിക്കുന്നു. അപ്പോൾ ഷുയാനും ഞാൻ ഇദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണറാണ് എന്ന് പറഞ്ഞ് ഇവൾ എന്നെ പരിചയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ലിയാങ്ങിനോട് അല്ല നമ്മൾ ഈ വണ്ടിയിൽ മുന്നേ തന്നെ കയറിയപ്പോ ഇത് സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ വീണ്ടും ഇതിൽ കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷുയാൻ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കുന്നു. അതായത് ഇവൻ എല്ലാ പെൺകുട്ടികളോടും പറയുന്ന സ്റ്റോറിയും ഡയലോഗും ഒക്കെ തന്നെയാണ് ഇവളോടും വെച്ച് കാച്ചിയത്. ലിയാങ് നല്ലോണം തന്നെ ശശിയാവാണ്. ഷുയാനും ഇവനോട് അപ്പോൾ ഞാനല്ല ഇതിലെ ഫസ്റ്റ് പാസഞ്ചർ എന്ന് ചോദിക്കുമ്പോൾ ഇവന് ഒന്നും തന്നെ പറയാനാവുന്നില്ല. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അല്ല നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങൾ എനിക്ക് ഫിലിം ഹിസ്റ്ററിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നില്ലേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തരോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നീ ആർട്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവനും എനിക്ക് പിന്നെ പോയി അതിലാദ്യം ജോയിൻ ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു പെൺകുട്ടിയെ നൈസിന് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. സോ ആ ഒരു പെൺകുട്ടിയെ പറഞ്ഞു അയച്ചിട്ട് ഇവൻ ഷുയാനോട് വന്ന് അവള് പറഞ്ഞതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അവൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ ഷുയാനും എനിക്ക് മനസ്സിലായി എല്ലാ പെൺകുട്ടികളുടെയും ഇംപ്രൂവ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഇവൻ അത് പിന്നെ ഞാൻ പരിചയപ്പെടുന്ന എല്ലാ പെൺകുട്ടികൾക്കും ജെന്യൂൻ ആയിട്ട് സപ്പോർട്ടും കെയറും ഒക്കെ ഞാൻ നൽകാറുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞത് കേൾക്കാതെ അവിടെ നിന്ന് മാറി മാറി പോവാണ്. പക്ഷെ ലിയാങ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റ് തന്നെ നോക്ക് നന്നായിട്ട് ചേരുന്നില്ലേ നമുക്കിടയിൽ ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ അവളുടെ പിന്നാലെ തന്നെ നടക്കാണ്. അപ്പൊ ഇവിടെ ഹോമിങ് ആണെങ്കിൽ ബാറിലെത്തി വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. ഇവൻ ഷുയാനെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളെ വിളിക്കണമെന്നുണ്ട് പക്ഷെ ഇവൻ ആവുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഇവന്റെ അടുത്തേക്ക് ഈ ഫാങ് വരികയാണ്. എന്നിട്ട് ഇവനോട് വന്ന് നിങ്ങളൊരു കാര്യം അറിഞ്ഞോ ഷുയാനും ലിയാങ്ങും ഇപ്പൊ ഒന്നാണെന്നാ കേൾക്കുന്നത് അവരെ കുറിച്ച് റൂമേഴ്സ് വന്നോണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹോമിങ് നീ ഓവർ ഫിറ്റ് ആണ് എന്ന് പറഞ്ഞ് ഇവളെ തട്ടി മാറ്റുന്നു. പക്ഷെ അപ്പോഴും ഇവള് നിങ്ങൾക്ക് ലിയാങ്ങിന്റെ സ്വഭാവം അറിയാലോ പുള്ളി ഒരു ലേഡീസ് മാൻ ആണ് എന്ന കാര്യം എന്തായാലും ഷുയാനെ അവൻ ഓൾറെഡി തന്നെ കയ്യിലാക്കിയിട്ടുണ്ടാവും അതോ ഇനി ഇവളായിട്ടാണോ ലിയാങ്ങിനെ സമീപിച്ചത് നിങ്ങളുടെ മുന്നിൽ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് അവൾ അടുത്ത ടാർഗറ്റിനെ ഒപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഹോമിങ് ദേഷ്യപ്പെട്ട് അവൾ എന്റെ വൈഫാണ് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വന്ന് നിങ്ങൾ ഇപ്പോഴും അവൾക്ക് വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവള് നിങ്ങളെ യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലേ പക്ഷെ അന്നും ഇന്നും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടാണ് നിന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് ചോദിച്ച് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും ഹോമിങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ദേഷ്യം വന്ന് കയ്യിലുണ്ടായിരുന്ന മദ്യം എടുത്ത് ഹോമിങ്ങിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അപ്പൊ ഹോമിങ് ആണെങ്കിൽ ഇവളെ തുറച്ചു നോക്കുമ്പോൾ ഇവള് ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കിയല്ലോ എന്താ നിങ്ങൾക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലിക്കോ തല്ലിക്കോ എന്ന് പറഞ്ഞ് ഇവനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.